ദ ഒഡീസി, നോളൻസ് ഒഡീസി. മാൻ, വാട്ട് എ മൂവി. ഒറ്റ വാക്കി പറഞ്ഞ ആബ്സല്യൂട്ട് സിനിമ, വേറൊന്നും പറയില്ല. അടിപൊളി സിനിമ. സിനിമ ഈസ് സോ ഗുഡ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വെൽ ക്രാഫ്റ്റ് ചെയ്തൊരു സിനിമയാണ്. ഡിറക്ഷൻ, ആക്ടിങ്, വേറെന്തുണ്ട് ഇതിൽ പറയാൻ, സൗണ്ട് എഫക്റ്റ്, പിന്നെ ഇതിലെ ഇമോഷൻസ്, സിനിമാറ്റോഗ്രഫി, വിഷ്വലൈസേഷൻ, എല്ലാം 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 സിനിമയുടെ എല്ലാം സോ ഗുഡ്, സോ ബ്യൂട്ടിഫുൾ ആയിട്ട് വെൽ ക്രാഫ്റ്റ് ചെയ്തൊരു സിനിമയാണ്. നോളൻ സോ ഗോട്ടഡ്. ആ ലെവലാണ് ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു ഇന്റർനെറ്റിൽ. നോളൻ പഴയതുപോലെ ഇനി എന്ത് ചെയ്യും, നോളൻ്റെ കയ്യിൽ നിന്ന് പോയോ അഡാപ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നുമില്ല, ഈ സിനിമ കാണുക, ഉത്തരം കിട്ടും. ഒറ്റ വാക്കിൽ പീക്ക് പടം. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ്. നമ്മുടെ ഹോമറിൻ്റെ ഇലിയർ, അതുപോലെ ദ ഒഡീസി എന്ന് പറഞ്ഞ 2 ബുക്സ് ഉണ്ട്. അതിൽ ഒന്നിൽ ട്രോജൻ വാറും, അതിൽ അടുത്ത നമ്മുടെ ഒഡീസിയിൽ ട്രോജൻ വാർ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന നമ്മുടെ ഒഡീസിയസ് രാജാവിൻ്റെ കഥയാണ് പറയുന്നത്. ഇതിൽ നമുക്ക് രണ്ടും കാണാം. മെയിനായിട്ട് യാത്രയാണെങ്കിലും നമ്മുടെ ട്രോജൻ വാറും കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബിൽഡ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. ഈ ട്രോജൻ വാറിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് പറയാം. നമ്മുടെ ഹെലനോസ് പാർട്ടി അടിച്ചുകൊണ്ട് പോയിട്ട് ശേഷം അവിടത്തേക്ക് വാറിന് പോകുന്നു, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ആ വാറിന് പോയി അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തോളം ഇവർക്ക് നിൽക്കേണ്ടി വരും. 1-2 മാസം എന്ന് പറഞ്ഞ് പോകുന്നതാണ്. ആ 10 വർഷം കഴിഞ്ഞിട്ട് അവരവിടെ വാർ കഴിഞ്ഞ് തിരിച്ചു വരുന്ന യാത്രയാണ് ഒഡീസി. അപ്പോൾ ഈ വാർ സമയത്ത് അവിടെ ഉണ്ടാകുന്ന കുറേ, ഒരു രാത്രി കൊണ്ട് ഇവരുടെ ഈ 10 വർഷത്തെ ദേഷ്യം, ഫ്രസ്ട്രേഷൻ ഇവർ തീക്കുന്ന കുറച്ച് സീൻസ് ഉണ്ട്. ആ സീൻസ് കാണിച്ചിട്ടുള്ളൊരു വിഷ്വലൈസേഷൻ ഉണ്ട്. മാൻ, ഭയങ്കര ഗോട്ടഡ് സാധനമാണ് അത്. അതിനുശേഷം അവർ അനുഭവിച്ച യാതന എല്ലാം കാണിക്കും. അതിനുശേഷം പുള്ളി തിരിച്ച് കപ്പൽ വരുന്നു, പടയാളിയായിട്ട് തിരിച്ചു പോകുന്നു. ആ ഒരു യാത്രയിൽ പുള്ളി അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ, കേഴ്സസ്, എത്തിപ്പെടുന്ന ഐലൻഡ്സ്, വാറ്, ഇതൊക്കെയാണ് നമ്മുടെ ഒഡീസിയുടെ ബുക്സിൽ ഉള്ളത്. അതേ സെയിം സാധനത്തിൽ നോളൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് പുള്ളി ഇതിലെടുത്തിട്ടുള്ളത്. ഈ അഡാപ്റ്റേഷനിൽ പറയുമ്പോൾ നമ്മുടെ ബുക്കിൽ ഒരുപാട് ഫാൻറ്റസി, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഫാൻറ്റസി ഉണ്ടെങ്കിലും ഇത് കുറച്ചുകൂടെ നമ്മുടെ ഒരു മോഡേൺ രീതി, അല്ലെങ്കിൽ പുള്ളിയുടെ അഡാപ്റ്റേഷൻ ആയിട്ട് തന്നെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫാൻറ്റസി എന്നൊക്കെ പറഞ്ഞ സാധനം, ഇപ്പോൾ ഒരു മാജിക് കാണിക്കുമ്പോൾ ഒരു വിച്ച് മന്ത്ര വടി വെച്ചിട്ട് മാജിക് കാണിക്കുന്ന അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. ഇതിൽ കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് രീതിയിൽ വേറൊരു പുള്ളിയുടെ ഒരു വിഷനാണ് കാണിച്ചിട്ടുള്ളത്. സിനിമ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും സിനിമയുടെ ആക്ടിങ്, നമ്മുടെ മെയിനായിട്ട് മാറ്റ് ഡേമൺ, പുള്ളിയാണ് ഈ സിനിമയെ കൊണ്ടുപോകുന്നത്. പുള്ളിയാണ് ഈ ഒഡീസിയസ് രാജാവ്. പുള്ളിയുടെ യാത്ര, പുള്ളിയുടെ എന്താ പറയുക, പടയാളികൾ, എല്ലാം 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 ഭയങ്കര ഗോട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സൗണ്ട് എഫക്റ്റ് ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സൗണ്ട് എഫക്റ്റാണ്. എന്നടാ പണി വച്ചെടുക്കുക, അന്ത സാധനമാണ് സൗണ്ട് എഫക്റ്റ്. നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ആ വെള്ളത്തിൽ നിൽക്കുകയാണ്, നമ്മുടെ ദേഹത്ത് ഇടിമിന്നൽ കൊള്ളയാണ്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട് എഫക്റ്റ്. അത്രയ്ക്ക് അടിപൊളി രീതിയിലാണ് സൗണ്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ CGI, VFX ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോവും. ഇല്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല. 99% ഇല്ല. അവിടെ എവിടെയായിട്ട് 1% തൊട്ട് വല്ലതും വെച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ബാക്കി എല്ലാം പുള്ളി ക്രാഫ്റ്റ് ചെയ്ത് റോ ആയിട്ടുണ്ടാക്കി ഒരു റോ പടം. അതാണ് ദ ഒഡീസി. ഈ സിനിമയിൽ അടുത്ത് പറയേണ്ട കുറേ കാര്യങ്ങളെന്ന് പറയുമ്പം ആൾക്കാരുടെ അഭിനയം. ഹോമർ, ടോം ഹോളണ്ട്, പിന്നെ നമ്മുടെ ഒഡീസിയസ് രാജാവായിട്ടുള്ള മാറ്റ് ഡേമൺ, ആന ഹാത്വേ പുള്ളിയുടെ വൈഫായിട്ട്, പിന്നെ ഉള്ളതാരാ, റോബർട്ട് പാറ്റിസൺ, പുള്ളിയുടെ ഒരു ഷെയ്ഡ് ക്യാരക്ടർ, എല്ലാം ഭയങ്കര രസമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ആ ഒരു മൂവിയുടെ ബ്യൂട്ടി, ഒരാളെ കൊണ്ട് എത്ര ചെയ്യാൻ പറ്റും, ഒരു മനുഷ്യനെ കൊണ്ടുള്ള പൊട്ടൻഷ്യലിൻ്റെ പീക്ക് എന്നൊക്കെ പറയുന്ന ഒരു സാധനം, ഒരു സിനിമ കാണുന്ന ആൾ, ഒരു സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിനെ നമ്മൾ ആഗ്രഹിക്കും കുറേ സാധനങ്ങൾ. അതെല്ലാം ഈ സിനിമയിൽ ഇങ്ങനെ ഒരു ഒഴുക്കിൽ, ഒരു ഫ്ലോയിൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഇതിൽ ഇവരുടെ കാലഘട്ടം കാണിക്കുന്നത്, ഓരോ ടൈമിലുള്ള ഇവരുടെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നത്, പിന്നെ ഹോളണ്ടിലേക്ക് അഭിനയം ഒരു രക്ഷയില്ല. എല്ലാവരുടെ അഭിനയവും, സിനിമ എന്ന് പറയുമ്പോൾ എന്ത് പറയാം, ഇത് ഇറ്റ്സ് എ വെൽ എക്സിക്യൂട്ടഡ് വിഷ്വലൈസേഷൻ, സൗണ്ട് എഫക്റ്റ്, എങ്ങനെ പറഞ്ഞാലും പീക്ക് പടം. എല്ലാവരും പോയി കാണുക. തിയേറ്ററിൽ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയ്ക്ക് അടിപൊളി മൂവി. വാവ്, അതാണ് ഈ സിനിമ. ഞാൻ ഐമാക്സിലാണ് കണ്ടത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഐമാക്സിൽ കാണുക, ഇല്ലെങ്കിൽ കണ്ടാൽ വലിയ പ്രശ്നം വരില്ല. കാരണം ചെറിയൊരു ക്രോപ്പ് കട്ട് കാരണം അതിലെ വിഷ്വലൈസേഷനും സൗണ്ട് എഫക്റ്റിനൊന്നും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. സിനിമ ഒറ്റ രക്ഷയില്ല, ഒരു രക്ഷയില്ല. നമ്മുടെ
ഗോട്ടഡ് നോളൻ. ഇത്രയേ ഉള്ളൂ.